ചരിത്രപ്രസിദ്ധമായ മാടായി പള്ളിയിൽ ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത് എന്ന് കരുതുന്നു. രാവിലെ 4:50-ന് ജീവനക്കാരൻ പള്ളി തുറക്കാൻ വേണ്ടി എത്തിയപ്പോൾ പള്ളിയുടെ പ്രധാന ഗേറ്റ് തുറന്ന നിലയിലായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിയിൽ മോഷണം നടന്നതായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പള്ളിയിലെ ഏകദേശം 5ഓളം ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തിട്ടുണ്ട്. എന്നാൽ ഡബിൾ ലോക്ക് സിസ്റ്റം ആയതുകൊണ്ട് ഇതൊന്നും തുറക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പള്ളിക്ക് അകത്തെ ചെറിയൊരു ഭണ്ഡാരം മാത്രമാണ് മോഷ്ടാക്കൾക്ക് കുത്തി തുറക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ നിന്ന് ഏകദേശം 3000-ഓളം രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് കരുതുന്നത്. പള്ളി ഭാരവാഹികളുടെ പ്രതികരണം നോക്കുമ്പോഴാണ് മെയിൻ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടത്. അത് സംശയം തോന്നി അകത്തു വന്നു മക്കാമിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ള 4 ലോക്ക് പൊളിക്കുകയും ഭണ്ഡാരം തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതും കൂടാതെ മെയിൻ ഗേറ്റിനുള്ള റോഡ് സൈഡിലുള്ള മെയിൻ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു ഭണ്ഡാരമുണ്ട്, അതിൻ്റെയും ലോക്ക് പൊളിച്ച് അതും തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ഹൗസിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഭണ്ഡാരമുണ്ട്, അത് കുത്തി തുറന്ന് അതിലുള്ള പണം അപഹരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ അരമണിക്കൂറിൽ വരും, അന്വേഷിക്കട്ടെ. അതുപോലെ തന്നെ ക്യാമറ ഉണ്ട്, അതിൽ പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബാക്കി നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പള്ളി കമ്മിറ്റിൻ്റെ പ്രതീക്ഷ. പഴയങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് പോലീസ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.